നമ്മളിത് എറണാകുളം തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചിയും ചേട്ടൻ്റെയും വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വന്ന് ഇറങ്ങിയതും ചേച്ചിയും ചേട്ടനും മോനുമായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു തിരക്കാണ് അവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അങ്ങനെ കാറ് വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആൻറ്റിയാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് ഒരു വയലിലേക്കാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വയലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മാസം ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഒരൊറ്റ ദിവസമാണ് നമുക്കുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ നാളെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഒരു ദിവസവും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതും. അപ്പോൾ നമുക്ക് അകത്തേക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ എഴുന്നേറ്റ് ടി വി കാണുകയാണ്, വാർത്ത കാണുകയാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ മുകളിൽ എഴുന്നേറ്റിട്ടില്ല. എൻ്റെ മോനും ചേട്ടനും ഉറങ്ങുകയാണ്. കാരണം വെച്ചാൽ ഇന്നലെ നല്ല ലേറ്റായി കിടക്കാനായിട്ട്. വന്നു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല ലേറ്റായി. അങ്ങനെ അവർ ഉറങ്ങുകയാണ്. അമ്മയും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എല്ലാവരും റെഡിയായി കാറിൽ കയറി നമ്മൾ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെയാണ്. കാരണം വെച്ചാൽ എറണാകുളത്ത് ഓൾറെഡി പൊതുവെ പറയുന്നത് ഭയങ്കര തിരക്കെന്നാണ് പറയുന്നത്. നല്ല തിരക്കേറിയ സിറ്റിയാണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. റോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് തന്നെയാണ് എത്രയോ ടൈം ട്രാഫിക് ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമുക്ക് ഈ പോകേണ്ട സ്ഥലത്തേക്ക് എത്താൻ തന്നെ സാധിച്ചത്. അതിൻ്റെ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കൊച്ചിയിൽ എടപ്പള്ളിയിലാണ്. ഒബ്രോ മോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടി, എന്നാലും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3rd ഫ്ലോറിലാണ്. അവിടെ എത്തി. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആക്സസ് തന്നു. അങ്ങനെ ആക്സസിൽ അവർ മീറ്റിംഗ് റൂമിലേക്ക് ഞങ്ങളെ ഇരുത്തി. അപ്പോൾ എല്ലാവരുടെ അടുത്തും കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ആക്സസ് തന്നു. നമ്മളങ്ങനെ മീറ്റിംഗ് റൂമിലേക്ക് എല്ലാവരുമായിട്ട് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ മീറ്റിംഗ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് റൂമിലേക്ക് അവിടെ വന്നിരുന്നു. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല ഓഫീസിൽ. അങ്ങനെ മീറ്റിംഗ് റൂമിലിരുന്നു. നമ്മൾ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ചേച്ചിയുടെ ടെൻഷൻ കണ്ട ചേച്ചിയുടെ പ്രസൻറ്റേഷൻ ആണെന്ന് തോന്നും. അങ്ങനെ ചേട്ടൻ അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മീറ്റിംഗ് റൂമിൽ തന്നെയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കയറിയപ്പോഴത്തേക്കും ആദ്യം സൂപ്പ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സാലഡ് കൊണ്ടുവന്നു. അങ്ങനെ അത് രണ്ടും കൊണ്ടുവന്നതിന് ശേഷം മന്തിയാണ് നമ്മൾ പറഞ്ഞ് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് മന്തി വന്നു. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്തെ മന്തിയല്ല, അവിടെ ഒരു വെറൈറ്റി മന്തിയാണ് നമ്മൾ കഴിച്ചത്. പക്ഷേ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ചേട്ടനും ചേച്ചിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും എൻ്റെ ചേട്ടനൊന്നും അത്ര വലിയ സൂചിച്ചിട്ടില്ല. പക്ഷേ സൂചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റേറ്റും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഭയങ്കര കത്തിയായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കത്തിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വെയിലായതുകൊണ്ട് വേറെ അങ്ങ് കയറിയില്ല. അപ്പോൾ അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ അവിടെ പോയി 1 മണിക്കൂറിന് 250 രൂപ അങ്ങനെയാണ്. അങ്ങനെ പിള്ളേരെ അവിടെ എൻജോയ് ചെയ്യിപ്പിച്ചു. എൻ്റെ മോൻ ആദ്യം പേടിയായിരുന്നു. അപ്പം അവിടെ ഒരു ചേച്ചിയുണ്ട്, 2-3 ചേച്ചിമാരുണ്ട്, അവർ അസിസ്റ്റ് ചെയ്തോളും. അപ്പോൾ അവിടെ കയറണമെങ്കിൽ സോക്സ് ഇടണം. ചേച്ചിയുടെ മോൻ സോക്സ് ഇട്ടിട്ടാണ് വന്നത്. എൻ്റെ മോൻ അവിടെ നിന്ന് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പാരൻറ്റിനും കൂടി അതിനകത്ത് കയറാം. അവർ പക്ഷേ സോക്സ് കമ്പൾസറി ആണ്. അവിടെ നിന്ന് തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിടണം. അങ്ങനെയാണ്. സോക്സിൽ ഗ്രിപ്പൊക്കെ ഉള്ള സോക്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ മോൻ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ്റെ ഒരു കളികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നത്. ചേച്ചിയുടെ മോനാണെങ്കിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് അവൻ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇത് ഉണ്ടെന്ന് പറയാൻ എനിക്കറിയാവുന്നുള്ളത് നമ്മുടെ പൂജപ്പുരയുടെ താഴെ, അതായത് ജഗതി പാലത്തിന് മുകളിലായിട്ട് ഉള്ളൊരു പ്ലേ സ്റ്റേഷനുണ്ട്.
അവിടെ എനിക്കറിയത്തുള്ളൂ. പിന്നെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കൂടുതലും ഇത് എറണാകുളമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കേറിയ സിറ്റിയല്ലേ. അപ്പോൾ അവിടെ ഫ്ലാറ്റിലും ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾക്കൊക്കെ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ചില പിള്ളേർക്ക് കളിക്കാനും അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ റിലീഫ് ആവാനും ഒക്കെ വളരെ നല്ലൊരു ഐഡിയ ആണിത്. അവരുടെ ഇതുണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ഒരു തരത്തിലും ഒരു ഇഞ്ചുറിയും പറ്റാത്ത രീതിയിലാണ് അവരതെല്ലാം മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടുത്തെ തൂണുകളായിരുന്നാൽ പോലും അത്രയും സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് അവരത് കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. തറയിൽ മാറ്റ് ഫിനിഷ് ചെയ്ത് മാറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ പറയുന്നത് ഇത് വേറെയുണ്ട്, പക്ഷേ അവിടെ ആണെങ്കിൽ ഭയങ്കര വിശാലമായ ഏരിയ ആണ്, ഇവിടെ കുറവെന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇവരെ പോലെ വേറെയും കുട്ടികളുണ്ടായിരുന്നു അവിടെ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പാരൻസിന് ഇരിക്കാനായിട്ട് അവിടെ ലോഞ്ചുണ്ട്. ആ ലോഞ്ചിലിരുന്ന് തന്നെ നമുക്ക് ഈ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത്രയും നല്ല ഓപ്പൺ സ്പേസാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ ചെറിയൊരു സ്നാക്സ് കൗണ്ടറുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്മസ് പാപ്പ ഉണ്ടായിരുന്നു. അത് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിസ്മസ് പാപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമായിട്ടൊക്കെ എൻജോയ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ടൈം ആകാറായപ്പോഴത്തേക്കും അടുത്ത് കുഞ്ച് റോഡ് മാപ്പ് തന്നു, നമുക്ക് ബീച്ചിൽ പോവാമെന്ന്. കാരണം ബീച്ചിൽ പോകാൻ ഇവർക്ക് രണ്ടുപേർക്കും നല്ല വയ്യായിക ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് അപ്പോൾ ചേട്ടൻ പറഞ്ഞു സമയം പോക്കാൻ വേറെ എവിടെ പോകാം എന്നങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കാണ് ചേട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാമെന്ന്. അങ്ങനെ നമ്മളിതുവരെയും കയറിയിട്ടില്ല, അവർ കയറിയിട്ടുണ്ട്. അങ്ങനെ കൊച്ചി കാക്കനാട് വാട്ടർ മെട്രോയിൽ കയറി. അവിടെ കയറി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. മെട്രോയിൽ ഞങ്ങൾ കയറിയിട്ടില്ല, വാട്ടർ മെട്രോയിൽ എന്തായാലും കയറി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മയും അച്ഛനും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബേബിയുടെ ബർത്ത്ഡേ ഞങ്ങളെ വന്ന് ക്ഷണിച്ചായിരുന്നു. അങ്ങനെ അവിടെയും പോയി. അവിടെ പോയിട്ട് വന്നിട്ട് കുഞ്ചുവിൻ്റെ ഡാൻസാണ്. ടെറസിൽ കയറിയിട്ട് ഞങ്ങൾ കുഞ്ചുവിൻ്റെ ഡാൻസും കളിച്ച് നാളെ ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്.